ഈ നിമിഷം നമുക്കൊപ്പം ടെലിവിഷൻ അവതാരകയും സിനിമാ താരവും ഒക്കെയായ മീനാക്ഷി, അതിലുപരി ഫുട്ബോൾ പ്രേമി കൂടിയായ മീനാക്ഷി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോട്ടയത്തുനിന്ന് മീനാക്ഷി, സ്വാഗതം ആവേശം ആഗോളത്തിലേക്ക്. എല്ലാവരും ഇങ്ങനെ വളരെ ത്രില്ലടിച്ച് കാത്തിരിക്കുന്ന ഒരു സ്വപ്ന ഫൈനലാണ്. ആ മത്സരം കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു ഭാഗ്യം എന്ന് പറയാം. എങ്ങനെയാണ് മീനാക്ഷിയുടെ ഹൃദയം ഇപ്പോൾ തുടിക്കുന്നത്? ഉറപ്പായിട്ടും ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് നിറച്ച ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും പല ടീമിൽ പെടുന്ന ആൾക്കാരാണ്. ഞാനും അച്ഛനും അമ്മയും എൻ്റെ കൊച്ചച്ഛനും ഒക്കെയാണ് അർജൻറ്റീന ഫാൻസ്. ബാക്കി എല്ലാവരും കസിൻസ് പിള്ളേരും ഒക്കെ ആയാലും ഓരോ ടീമാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അടിയും വഴക്കും കളിയാക്കലുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയാണ്. പിന്നെ അഫ്കോഴ്സ് ഇപ്രാവശ്യത്തെ ഫൈനൽ എന്ന് പറയുന്ന ഒരു ഡ്രീം ഫൈനലാണ്. യമാലുമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടും ഒക്കെ ഈ അടുത്ത് വന്നിരുന്നല്ലോ. അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശി എന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫൈനൽ തന്നെയാണിത്. അല്ല, അതാണ് കുഴപ്പം മീനാക്ഷി. ഈ ഇഷ്ടമുള്ള ടീമുകളാണ് രണ്ടും. ഇതിപ്പോൾ നമുക്ക് ഒരു ടീമിനെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്കുന്ന ആർപ്പ് വിളിച്ചാൽ മതി. ഇത് രണ്ട് ടീമിനോടും ഒരു ഇഷ്ടം. അർജന്റീനക്കാർക്ക് പൊതുവേ ഒരു 90% അർജന്റീന ഫാൻസിന് അവരുടെ സെക്കൻഡ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിൻ ആയിരിക്കും എന്നതാണ്. അത് സ്പെയിനിൽ പോലും തിരിച്ചും അർജന്റീനയോടും ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെസ്സി ഗോൾ അടിക്കുമ്പോൾ സന്തോഷമുണ്ട്. അർജന്റീനയുടെ ഗോൾ വലയിൽ വീണാൽ ഒരു സ്പെയിനോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ, കാരണം ആകെപ്പാടൊരു കൺഫ്യൂഷനാണ് അല്ലേ? ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മെസ്സി എന്ന് പറയുന്നത് എപ്പോഴും ഒരു മജീഷ്യനാണ്. നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന, എപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം അതെന്നും ഒരു ഫോറെവർ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിലും നമുക്ക് ഈ അർജന്റീന ഫാൻസിന് പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സമാധാനം ഉണ്ടായിരുന്നു. കളി തുടങ്ങുന്ന സമയത്ത് ഇനി അങ്ങോട്ട് എന്ത് നേടാനാണ്, എല്ലാം ഉണ്ട് കയ്യിൽ. അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷവും സമാധാനവും. പക്ഷേ കളി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഹാഫൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് അങ്ങനെ സമാധാനമായിട്ടൊന്നും കളി കാണാൻ പറ്റുന്നില്ല. കാരണം അപ്പുറത്ത് നിന്ന ടീമും അത്ര നല്ലതാണ്. രണ്ടുപേരുടെയും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ടീമുകളൊക്കെയാണ് ഇപ്രാവശ്യം ഭയങ്കര ലെവലിൽ കളിച്ച് നമ്മളെല്ലാവരും ഞെട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഫ്രീ ആയിട്ടൊന്നും നമുക്ക് കളി കാണാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും വേൾഡ് കപ്പ് ഫൈനൽ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് അങ്ങനെ നാണക്കേടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് മീനാക്ഷി പറഞ്ഞത് ശരിയാണ്. ആദ്യമൊക്കെ നമ്മളും വിചാരിച്ചു കുഴപ്പമില്ല, കഴിഞ്ഞ തവണ മെസ്സി കപ്പൊക്കെ അടിച്ചാലേ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓരോ മത്സരം കഴിയുമ്പോഴും പിന്നെ ഈ പിന്നിലായിട്ട് ജയിക്കുകയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ അങ്ങ് മാറ്റി, കിട്ടണം, ജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത്. മീനാക്ഷി, ഞാൻ തിരിച്ചു വരാം. നമ്മുടെ ഒപ്പം പ്രേക്ഷകർ ഒരുപാട് പേർ ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകനുണ്ട്, പേര് പറയൂ. പേര് ജെസ്സി. ജെസ്സി പറയൂ, ആർക്കൊപ്പാണ്? അർജന്റീന ജയിക്കുമെന്നാണ് പറയണേ. അതെയോ? മെസ്സി ഒരു ഹാട്രിക് ഒക്കെ അടിക്കോ? സ്പെയിൻ അടിക്കും. ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷെ സ്പെയിൻ കൊണ്ടുപോകും ഈ പ്രാവശ്യം. ഇപ്പൊ ആദ്യം അർജന്റീന ജയിക്കുന്നു, പിന്നെ കൺഫ്യൂഷൻ ആക്കിയല്ലോ. അല്ല, ഇപ്പൊ സ്പെയിൻ കൊണ്ടുപോകും എന്തായാലും. അതെ, അങ്ങനെ പറയാൻ കാരണം അർജന്റീന ഹൃദയമുള്ള ആൾ എങ്ങനെ സ്പെയിൻ കൊണ്ടുപോകുന്നു പറയും? അതിപ്പോ നമുക്ക് പറഞ്ഞിട്ടില്ല, ഈ പ്രാവശ്യം ഒരു വെറൈറ്റി വേണ്ടേ, അവര് കൊണ്ടുപോട്ടെ ഈ പ്രാവശ്യം കപ്പ്. യമാല് തൂക്കും, യമാല്. ശരിടാ, ഓക്കെ. വിശാല ഹൃദയനായ ആരാധകനാണല്ലോ. ശരി ജെസ്സി, കാണാം. മീനാക്ഷി കേട്ടില്ലേ, അർജന്റീന ഫാനാണ്, പക്ഷേ സ്പെയിൻ കൊണ്ടുപോട്ടെ എന്നാണ് പറയുക. ഇത്രയും വിശാല ഹൃദയമുള്ള ആരാധകരെ കാണുന്ന അപൂർവമാണ്. ഇപ്രാവശ്യം കുറച്ച് അതല്ല ചേട്ടാ, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമുക്ക് സ്പെയിനിന് കുറച്ച് ആരാധകർ പ്രത്യേകിച്ച് കേരളത്തിൽ കൂടിയതായിട്ടൊരു അറിവുണ്ട്. ഈ ഫിനാലയോട് അടുക്കുന്ന സമയത്ത്, ഈ ഫൈനൽ ആവുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അത് എല്ലാ ഫാൻസിന്നും കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിലേതോ ഒരാളാണത് എന്നാണ് എൻ്റെ ബലമായ സംശയം. ജേഴ്സി മാറി മാറി വന്നവരായിരിക്കും അല്ലേ? ആയിരിക്കാം. ശരി. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണങ്ങൾ കേട്ടില്ലേ? അതിൽ പലരും മറ്റ് പല ടീമുകളുടെ ആളുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവസാനം പറഞ്ഞ ഇഷാന് ഭയങ്കര വിഷമമുണ്ട്. ബ്രസീൽ എന്ത് ചെയ്യാനാ, കഷ്ടം എന്നൊക്കെയാണ് മോൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഫുട്ബോളിനെ അതിൻ്റെ ഒരു എല്ലാ വൈകാരികതയോടും കൂടിയാണ് മലയാളികൾ പൊതുവെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് അർജന്റീന ബ്രസീൽ ഫാൻസ് തമ്മിൽ ഇടിവരെ നടന്നു. അവസാനം കേസെടുക്കേണ്ട സാഹചര്യമാണ്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, സൗഹൃദപരമായി പോട്ടെ. എങ്കിലും കേരളത്തിൻ്റെ പൊതുവെയുള്ള ഒരു ഫുട്ബോൾ വികാരത്തെക്കുറിച്ച് മീനാക്ഷിക്ക് എന്താണ് തോന്നുന്നത്?
കേരളത്തിന്റെ പൊതുവെയുള്ള ഫുട്ബോളിനെ പറ്റി മാത്രമല്ല, എല്ലാ സ്പോർട്സ് ആയാലും ഏത് കലയായാലും നമുക്കിവിടെ അത് നമ്മൾ ഭയങ്കര മനസ്സിലേക്ക് എടുക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെ പല നാഷണാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറി. എന്ന് വെച്ചാൽ ചിലർ വേറെ അർജന്റീന ആയിരിക്കും, ചിലർ പോർച്ചുഗൽ ആയിരിക്കും. എന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിലേക്ക് ഡിഫറെൻ്റ്ലി പല ആൾക്കാരായിട്ട് മാറി. അത് നമുക്ക് ഒരു സ്പോർട്സിനോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടം മൂലം നമുക്കൊരു ഭ്രാന്ത് ഉണ്ടാവുമല്ലോ, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇഷ്ടം. അത് ഭയങ്കരം തന്നെയാണ്. അത് ആർട്സിനും സ്പോർട്സിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് മനുഷ്യന്മാർക്ക് മാത്രം പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു സാധനത്തിൽ നമുക്ക് നമ്മളുടേതല്ലാത്ത മറ്റൊരു കാര്യം കൊണ്ട് വേറൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു അത്ഭുതം കണ്ട് നമുക്ക് ഇത്രയും ഞെട്ടാൻ പറ്റുന്നുണ്ടല്ലേ, നമുക്ക് ഇത്രയും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു സ്കില്ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഷാജയൻ പറയൂ, ഏത് ടീമിനൊപ്പമാണ് അങ്ങയുടെ പ്രതീക്ഷകൾ? അർജന്റീനയുടെ ഒപ്പമാണ് നമ്മൾ എപ്പോഴും. എല്ലാ കളിയും കണ്ടിരുന്നോ ഈ പ്രാവശ്യത്തെ? എല്ലാ കളിയും കണ്ടിരുന്നു. കാരണം ഇപ്പോഴത്തെ എല്ലാ ഓഡിയൻസും പറയുന്നത് ഫ്രാൻസ്, ബ്രസീലിന്റെ ഫാൻസ് എല്ലാം പറയുന്നത് അർജന്റീന തോക്കും എന്നാണ്. അവര് ഒരു വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമായിരിക്കും. പക്ഷെ ആ കളിയുടെ രീതി കണ്ട് നമ്മൾ 85 മിനിറ്റ് 80 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മുടെ ഒരു ആവേശമേ നമ്മൾ പുറപ്പെടുന്നത് നമ്മുടെ ടീമിൽ നിന്ന്. ഇന്നും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ചാവും ആളുകൾ. ഈ അവസാനം 85 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഫാൻസിന്റെ ഒരു കാരണം പറഞ്ഞാൽ നമുക്കിപ്പം ആ ടെൻഷൻ ഇല്ല. കാരണം നമ്മൾ എങ്ങനെയും ഒരു 3 ഗോൾ ഇന്ന് വിജയിക്കുമെന്ന് ഉറപ്പാണ്. സ്പെയിൻ എത്ര അടിക്കും? സ്പെയിന് 1 ഗോൾ അടിച്ചിരിക്കും. 3-1 പ്രഡിക്ഷൻ അല്ലേ? ശരി, അപ്പൊ ഓർത്തു വെക്കാം. അജയൻ, ഇടുക്കിയിൽ നിന്ന് അജയൻ പറഞ്ഞു 3-1. ശരി, അപ്പൊ ആളുകളുടെ പ്രഡിക്ഷനിലേക്ക് കൂടി പോവുകയാണ്. എന്തായാലും മത്സരം വളരെ ആവേശത്തോടെയാണ് എല്ലാവരും കാണുന്നത്. അർജന്റീനയുടെ തിരിച്ചുവരവുകൾ കണ്ടതാണ്. സ്പെയിൻ്റെ ഗോളടിക്കാൻ അല്ലെങ്കിൽ ഗോള് വീഴ്ത്താതിരിക്കാൻ അവരുടെ ഒരു മിടുക്കം എല്ലാവരും കണ്ടാണ്. അപ്പോൾ മീനാക്ഷി, ഈ കളികളൊക്കെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് അർജന്റീനയുടെ കളി കണ്ടപ്പോൾ, ഈ അവസാനത്തെ മത്സരങ്ങൾ ഒരുപക്ഷെ തോന്നാം ഇങ്ങനെ വേണം മത്സരം അല്ലേ? ആദ്യമേ ഏകപക്ഷീയം ഒരു 4 ഗോൾ. ഇപ്പം ഇന്നലെ ഇംഗ്ലണ്ട് ഫ്രാൻസിനെതിരെ ആദ്യ പകുതിയിൽ 4-0 അപ്പോൾ വിചാരിച്ചു ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഫ്രാൻസ് തിരിച്ചൊരു 4 ഗോൾ അടിച്ചു. അന്നേരം ഇംഗ്ലണ്ട് വീണ്ടും 2 ഗോൾ അടിച്ച് കഴിച്ചു. ഇത് എന്ത് ഗോളടിയാന്ന് വിചാരിച്ചു ആളുകൾ. പക്ഷേ ഈ അവസാന മിനിറ്റുകളിലൊക്കെ ഇങ്ങനെ അടിച്ച് ജയിച്ചു വരുന്നതിനൊരു കുറച്ചും കൂടി ഒരു ഫീല് കൂടുതലാണ് ജയത്തിന് അല്ലേ? ആ ഫീലിന്റെ കൂടെ തന്നെ അതിന് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്നൊരു സംശയമുണ്ട്. കാരണം നമ്മളിങ്ങനെ നോക്കി നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. പക്ഷേ അവസാനമാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഓവർ സന്തോഷം വന്നിട്ടേ, എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് വേണം കളി കാണാൻ. പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചെടുത്ത് കുടിക്കാമല്ലോ അത്. കാരണം അത്രയും ഇഷ്ടപ്പെട്ട് കളി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന മിനിറ്റിലുള്ള കളി നമ്മൾക്ക് സഹിക്കാൻ പറ്റൂല. ഇതിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നേ എന്നുള്ളൊരു ഇതില് നമുക്കൊന്നും പറ്റാതിരുന്ന ഓക്കെയാണ്. ഇതിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇത്ര 7 കളികളിൽ അതിൽ ഏതൊരു മൊമെന്റാണ് മീനാക്ഷിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അഡ്രിനാലിൻ ഇങ്ങനെ തള്ളി വരില്ലേ, നമ്മുടെ ഒരു മൊത്തം വീര്യവും ഊർജവും ആവേശവും ഒക്കെ തള്ളി വരുന്ന ഒരു മൊമെന്റ് ഏതായിരുന്നു? ക്യാപ്പർഡേ ആയിട്ടുള്ള കളിയാന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒസീനിയനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്ന് 2 ടീമിനോടും നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളപ്പോൾ നമ്മളത് ആരുടെയും സൈഡൊന്നും നിൽക്കാതെ നമ്മളത് ഫുട്ബോൾ ആയിട്ട് തന്നെ കണ്ട് ആസ്വദിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു കളിയായിരുന്നു അത്. അതെനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. ശരി, എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും ഒരു അരങ്ങേറ്റ ടീമല്ലേ ബൊസീനി എന്ന ഗോളി, അല്ലെങ്കിൽ അവരുടെ ആ ടീം മൊത്തം കളിക്കുന്ന ഒരു എഫേർട്ട് അത് കാണുമ്പോൾ അതാണ് ഞാൻ ആ ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അർജന്റീനയുടെ ജയത്തിൽ സന്തോഷിച്ചവരെല്ലാവരും ഒരു സൈഡിലേക്ക് നോക്കിയോ, പാവങ്ങൾ തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും നമുക്കങ്ങനെ മനസ്സഴിഞ്ഞൊരു സന്തോഷത്തിനപ്പുറം അന്നൊരു ദിവസം ഞാൻ ഭയങ്കര മെസ്സി ആരാധികയാണ്, അർജന്റീന ഫാനാണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു ദിവസം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മനസ്സ് മൊത്തം ബൊസീനിയായിരുന്നു. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ അത്രയും നമുക്ക് അങ്ങനെ അറിയാതെ കിടന്നൊരു രാജ്യം. എനിക്ക് ആ സ്ഥലം അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് വന്നതുകൊണ്ടും ബൊസീനി ഉള്ളതുകൊണ്ടും മാത്രമാണ് അങ്ങനെ ഒരു സ്ഥലം അറിയുന്നതും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും. പിന്നെ നമ്മൾ വരും തപ്പാൻ തുടങ്ങി, ഇത് ഏതാണ് സ്ഥലം, ഇവിടുത്തെ രീതികൾ എന്താണ്, അതൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് കുറച്ച് ഇഷ്ടക്കൂടുതലും തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കളി ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് മൊത്തത്തിൽ എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഈ ബൊസീനിയുടെ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ, ഫിഫയുടെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ തേടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നൊക്കെ അറിഞ്ഞില്ലേ, മില്യൺ അടിച്ചല്ലോ എന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ബൊസീനി അറിയുന്നത്. കാരണം ഈ വേൾഡ് കപ്പിന് മുമ്പ് 50-50K ആണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഫോളോവേഴ്സ്. പിന്നെ മണിക്കൂർ വെച്ചാണ് 17 മില്യൺ 18 മില്യൺ 20 മില്യൺ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ആ ഒരു 40-കാരൻ ഉണ്ടാക്കിയ ഒരു വികാരം, ആ രാജ്യം ഉണ്ടാക്കിയ വികാരം, അതാണ് ഫുട്ബോളിൻ്റെ ഒരു
നമുക്ക് നമ്മുടെ ടീമിനേക്കാൾ ഉപരി ചില സമയത്ത് വേറൊരു സംഘത്തെ ഇഷ്ടപ്പെട്ട് പോകുന്നത് ഫുട്ബോളിൻ്റെ ഒരു മാജിക് ആണല്ലോ. അതെ, അത് നമുക്കുണ്ടാവുന്ന വളരെ സിൻസിയർ ആയിട്ടുള്ള ഇഷ്ടമാണെന്ന് കൂടി മനസ്സിലാക്കണം. നമ്മൾ വേറൊരു ടീമായിട്ട് കൂടി നമുക്ക് അദ്ദേഹത്തോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ അത് എത്ര ഒന്നുമില്ല, വേറെ നമുക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല, മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ കളി ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ വന്ന് ഇത്ര തകർത്ത ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും പുള്ളി തന്നെയാണ്. ശരി, അദ്ദേഹം അതിനെല്ലാ ക്രെഡിറ്റും അർഹിക്കുന്നുണ്ട്. മീനാക്ഷി നേരത്തെ പറഞ്ഞു വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കാണുന്നത്, കസിൻസ് മറ്റ് പല ടീമുകളിലുണ്ടെന്ന്. അപ്പോൾ അതിൽ ഈ ടീം മാറി വന്ന ആളുകളുണ്ടോ, അതോ ഒരു ടീം പോയപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണോ, ഇത് പകരം ഇത്തവണ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ കൂടുമാറ്റത്തിൻ്റെ ആളുകളുണ്ടോ കസിൻസിൻ്റെ കൂട്ടത്തിൽ? കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ടീം മാറി വന്ന ആൾക്കാരുണ്ട്. പക്ഷെ അനിയന്മാർ കുറച്ച് പേരുണ്ട്. ഒരാൾ പോർച്ചുഗലിൻ്റെ ആളുണ്ട്, പുള്ളിക്കാരനൊക്കെ ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ആളാണ്. ഞങ്ങളൊന്ന് ബിഗ് സ്ക്രീനിൽ കളി കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ റൊണാൾഡോയുടെ ജേഴ്സി ഇട്ട് എന്നെ കളി കാണാൻ വരും. അതൊക്കെ ട്രൂ ഫാൻ ആയതുകൊണ്ട് ഞങ്ങൾ കളിയാക്കാറില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അല്ല, എങ്ങനെ ഈ അർജന്റീന ആരാധനയിലേക്ക് വന്ന എനിക്ക് മിക്ക വീട്ടിലും അച്ഛൻ്റെ ഒരു ഇഷ്ടമൊക്കെ കുട്ടികൾ സ്പോർട്സിൽ തുടരുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അപ്പം അങ്ങനെ വന്നാണോ, അതോ ഈ മത്സരങ്ങൾ? അല്ലല്ല, ഞങ്ങൾ വീട്ടിൽ 3 മക്കളാണ്. ഞങ്ങൾ 3 പേരും പല ടീം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. കളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അർജന്റീന ആയതാണ്. ആരും അനിയന്മാരൊക്കെ ഇപ്പം ഏറ്റവും ചെറിയ ആള് ഫ്രാൻസിലാണ്, നടുക്കത്തെ ആളും ഫ്രാൻസിലാണ്. മറ്റത് നടുക്കത്തെ ആള് ഫ്രാൻസിലായതുകൊണ്ട് ഇളയതും ഫ്രാൻസിലായി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഈ മത്സരത്തിൻ്റെ രീതി അല്ലെങ്കിൽ താരങ്ങളുടെ മികവൊക്കെ പറഞ്ഞ് ഒരു സൗഹൃദപരമായ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷെ അതൊക്കെ ആ ഒരു തമാശയിലേ ഞങ്ങൾ എടുക്കാറുള്ളൂ കേട്ടോ. സീരിയസ് ആയിട്ടൊരു ഇവരൊന്നും ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന റൊണാൾഡോയോ നെയ്മറോ അല്ലെങ്കിൽ മെസ്സിയോ അങ്ങനെ എല്ലാവരും അങ്ങനെ ആരും ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നമ്മൾ ആരുടെ പേര് പറഞ്ഞ് തല്ലുകൂടും. നമ്മൾ പൊതുവെ തല്ലുകൂടുന്ന ഈ ഇന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടാണല്ലോ. നമ്മളിനി ആരുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നതിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന പോലെ നെയ്മറൊക്കെ പോകുമ്പോഴും ഇനി അങ്ങോട്ട് നെയ്മർ കളിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തോ നമ്മുടെ വീട്ടിലെന്തോ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ച പോലെ നമുക്ക് തോന്നുന്ന കാര്യമാണ്. അത് നമുക്ക് ശരിക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇതിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒക്കെ അർത്ഥം എല്ലാവരും വളരെ സൗഹൃദപരമായിട്ടാണ് ഇത് കാണുന്നത് എന്നും കൂടെ ഉണ്ട്. ശരി മീനാക്ഷി ഈ പോസ്റ്റൽ ശരി, ഞാൻ മീനാക്ഷി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഇട്ട് തരാണ്. ഒരു പഞ്ച് ലൈൻ പറയാൻ വേണ്ടി ഒന്ന് ആലോചിച്ചോളൂ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു പ്രേക്ഷകനിലേക്ക് പോയിട്ട് വരാം. കണ്ണൂരിൽ നിന്ന് സുകുമാരൻ്റെ ശ്രീ സുകുമാരൻ പറയൂ, എന്താണ് ഇന്നത്തെ ഫൈനലിനെ എങ്ങനെയാണ് കാണുന്നത്? ആരുടെ വിജയമായിരിക്കും താങ്കൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുക? ശ്രീ സുകുമാരൻ കേൾക്കാമോ? ഇല്ല, എന്തോ കുഴപ്പമുണ്ട്. ഹലോ, പോയി, ആ കോൾ ഡ്രോപ്പായി. ശരി മീനാക്ഷി, ഞാൻ പറഞ്ഞേ മീനാക്ഷി പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ വളരെ രസകരമായ ചില ഹുക്ക് ചെയ്യുന്ന ചില വരികൾ ഇടാറുണ്ടല്ലോ. അപ്പം അങ്ങനെ മെസ്സിക്ക് കപ്പ് കിട്ടിയാൽ മീനാക്ഷിക്ക് ഫസ്റ്റ് ഫേസ്ബുക്കിൽ ഇടാൻ തോന്നുന്നത് എന്താണ്? അയ്യോ, അതപ്പോ വരുന്നതായിരിക്കും. മേ ബി ഇപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ കിട്ടി, മെസ്സിക്ക് കപ്പടിച്ച് മെസ്സി കപ്പ് എടുത്തു എന്ന് വിചാരിക്കാം. എന്റെ ചങ്കട് പോടുന്നു. അപ്പൊ പെട്ടെന്ന് ഫേസ്ബുക്ക് എടുത്ത് എന്തടിക്കും? മേ ബി നീലയും വെള്ളയും കലർന്ന ആകാശത്തിൽ കത്തിജ്വലിക്കുന്ന സ്വർണ്ണ സൂര്യനാണ് ഞങ്ങളുടെ മെസ്സി. അങ്ങനെ എഴുതുമായിരിക്കാം. ശരി, അങ്ങനെയാണ്. ഈ സ്പെയിൻ ആണെങ്കിൽ ജയിക്കുമെങ്കിൽ സ്പെയിനിന്റെ വീരോതിഹാസമായിരിക്കുമോ മെസ്സിയുടെ അല്ലെങ്കിൽ അർജന്റീനയുടെ കണ്ണീരായിരിക്കുമോ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക? ഒരിക്കലും അർജന്റീനയുടെ കണ്ണീരായിരിക്കില്ല നമ്മുടെ മനസ്സിൽ വരിക. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം അങ്ങനെ ഒരു വാശി വെച്ചുള്ള മത്സരമായിട്ട് റിയൽ അർജന്റീന ഫാൻസിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാഴ്സലോണയെ ഇഷ്ടപ്പെടുന്നവരായാലും ഒക്കെ നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ള മാച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അർജന്റീനയുടെ കണ്ണീരൊന്നും ഒരിക്കലും മനസ്സിൽ വരില്ല. പിന്നെ ഉറപ്പായിട്ടും അർജന്റീനയ്ക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അതല്ലാത്തൊരവസ്ഥയാണെങ്കിലും പോസ്റ്റൊക്കെ നമ്മളിടും. അതിൽ സ്പെയിനിനെ പറ്റിയ ഒരു തലവാചകം അല്ലെങ്കിൽ ടാഗ് ലൈൻ ഉണ്ടോ മനസ്സിൽ?
ആലോചിക്കണ്ട അല്ലേ? ആലോചിച്ചാൽ ഇങ്ങനെ അങ്ങനെ ആയിപ്പോയാലോ. സ്പെയിനെ പറ്റിയോ? അതെ അതെ, കുറച്ച് സമയം എല്ലാം ആലോചിക്കേണ്ടി വരും. ശരി ശരി. അപ്പോൾ വളരെ നന്ദി മീനാക്ഷി, ഇത്ര സമയം ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു ഇത്രയും. അതെ അതെ അതെ, പറഞ്ഞോളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഇത്രയും കുഞ്ഞി ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സെഷൻ ചാനൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഞങ്ങളും കാണാം. കുഞ്ഞാളുകൾ കുട്ടികളെ ഉദ്ദേശിച്ചാണല്ലോ അല്ലേ? അതെ 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 അതെ. ശരി മീനാക്ഷി, ഒരുപാട് സന്തോഷം.